ജിൽസന്റെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ പരിപാലനയുടെ കഥകൾ നമ്മൾ കേൾക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ജീവിതം വഴിമുട്ടി ഇനി പ്രതീക്ഷിക്കുവാൻ ഒന്നുമില്ല എന്ന് ചിന്തിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞു, വഴിമുട്ടിയിടത്തെല്ലാം ദൈവം വഴി തുറന്നു കൊടുത്തുവെന്ന്. ഇനി പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല എന്ന് ചിന്തിച്ചെടുത്ത് ദൈവം പുതിയ പ്രതീക്ഷകൾ നൽകി. ഇനി മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് കരുതിയപ്പോൾ ദൈവം കരങ്ങൾ പിടിച്ച് മുന്നോട്ട് നടത്തി. അതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം ഇവിടെ നമ്മുടെ മുമ്പിൽ തൻ്റെ ജീവിതത്തെ സാക്ഷ്യപ്പെടുത്തുവാൻ ഇടയാക്കിയത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെയും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ദൈവം അനുവദിക്കും. ദൈവത്തിൻ്റെ പരിപാലനം മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ്. അതുകൊണ്ട് ഈ രാത്രിയിൽ ജിൽസന്റെ ജീവിതത്തെ പരിപാലിച്ച അതേ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്കൊരിക്കൽ കൂടി എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ കേട്ട ഈ സാക്ഷ്യത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണ്. നിനക്ക് എല്ലാം തകർന്നുവെന്ന് തോന്നിയാലും നിന്റെ ജീവിതം തകർന്നിട്ടില്ല. നിന്റെ ജീവിതം കൈവിട്ടുപോയി എന്ന് നീ ചിന്തിക്കുമ്പോഴും നിന്റെ ജീവിതം എൻ്റെ കൈകളിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. ഇനി എനിക്ക് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല എന്ന് നീ ചിന്തിക്കുമ്പോഴും നിന്റെ ജീവിതത്തിന് പ്രതീക്ഷ നൽകുവാൻ എനിക്ക് സാധിക്കും. ഞാൻ സർവശക്തനായ കർത്താവാണ്. ഇതാണ് ജിൽസന്റെ ജീവിതത്തിലൂടെ ഈ രാത്രിയിൽ ദൈവം നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഈ രാത്രിയിൽ കടന്നു വരുമ്പോൾ ജിൽസന്റെ ഏതിന് സമാനമായ സാഹചര്യങ്ങൾ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ നമ്മളും അഭിമുഖീകരിക്കുന്നുണ്ടാകും. എന്നാൽ ജിൽസനെ രക്ഷിച്ച ദൈവം, വഴി കാണിച്ച ദൈവം ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ്. അവന്റെ കരങ്ങളിലേക്ക് നമ്മുടെ പ്രതിസന്ധികളെ നമുക്കിപ്പോൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ആകുലതകളെ സമർപ്പിക്കാം, നമ്മുടെ വഴിമുട്ടലുകളെ സമർപ്പിക്കാം, നമ്മുടെ തകർച്ചകളെ സമർപ്പിക്കാം, നമ്മുടെ നൊമ്പരങ്ങളെ സമർപ്പിക്കാം. കർത്താവ്, ഈ രാത്രിയിൽ എന്റെ ജീവിതത്തെ സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എനിക്ക് വേണ്ടി അടഞ്ഞ വഴികൾ തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കാം. എനിക്ക് വേണ്ടി നീ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്റെ തളർച്ചയിലേക്ക് നീ കടന്നു വരണമേ. എന്റെ കണ്ണുനീരിലേക്ക് നീ കടന്നു വരണമേ. എന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ജിൽസനിലൂടെ പ്രവർത്തിച്ച ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അതെ, അവൻ സർവശക്തനാണ്. അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും. കർത്താവേ, ഞങ്ങൾ ഏറ്റുപറയുന്നു, അങ്ങാണ് ഞങ്ങളുടെ ദൈവമെന്ന് ഈ രാത്രിയിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേപോലെ മറ്റൊരു ദൈവമില്ല. ഓ, ഞങ്ങളുടെ ജീവിതത്തോട് കരുണ കാണിക്കുന്ന ദൈവമേ, ഈ രാത്രിയിൽ
ഞങ്ങളെ പൂർണ്ണമായും തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നിനക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും നിന്റെ തിരുസന്നിധിയിലേക്ക് ചൊരിയുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലേക്ക് നീ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുവാൻ നീ കടന്നു വരണമേ. ഞങ്ങളുടെ ബന്ധനങ്ങളെ തകർക്കുവാൻ നീ കടന്നു വരണമേ. ഞങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ നീ വരണമേ. ഓ, ഞങ്ങളെ മുന്നോട്ട് നയിക്കുവാൻ നീ ഇറങ്ങി വരണമേ. ഞങ്ങൾക്കായി ഒരു അത്ഭുതം ചെയ്യുവാൻ നീ ഇറങ്ങി വരണമേ. അത്ഭുതങ്ങളുടെ ദൈവമേ, നിത്യനായ പിതാവേ, ഈ രാത്രിയിൽ ഞങ്ങളെ സന്ദർശിക്കണമേ. ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്ഷക കർത്താവേ, നാഥനേ, യേശുവേ, രക്ഷക കർത്താവേ, നാഥനേ, യേശുവേ, രക്ഷക കർത്താവേ, നാഥനേ, യേശുവേ, രക്ഷക കർത്താവേ, നാഥനേ. ഈശോയെ കണ്ടുകൊണ്ട് ആരാധിക്കാം. യേശുവേ, കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഇറങ്ങി വരണമേ, ഇറങ്ങി വരണമേ. ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ വരണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ വരണമേ. ഞങ്ങളോട് കരുണ കാണിക്കുവാൻ വരണമേ. ഞങ്ങളെ സുഖപ്പെടുത്തുവാൻ വരണമേ. ഞങ്ങളെ ബലപ്പെടുത്തുവാൻ വരണമേ. ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ഇറങ്ങി വരണമേ. ഞങ്ങളുടെ വേദന എടുത്തു നീക്കണമേ. ഞങ്ങളുടെ ബന്ധന
ബന്ധനങ്ങൾ തകർക്കണമേ. യേശുവേ പെട്ടുകൾ അഴിച്ചു കളയണമേ. പൈശാചിക ബന്ധനങ്ങളെ തകർക്കണമേ. ശാപബന്ധനങ്ങൾ അകറ്റണമേ കർത്താവേ. നിന്റെ ശക്തി അയക്കണമേ. നിന്റെ കൃപ ചൊരിയണമേ. ഞങ്ങളുടെ കുടുംബത്തോട് കരുണ കാണിക്കണമേ. ഓ പിതാവേ, ഞങ്ങളുടെ പിതാവേ, ദൈവപിതാവേ, ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ നിലവിളി കേൾക്കണമേ. ഞങ്ങളുടെ നിലവിളി കേൾക്കണമേ. ഞങ്ങളുടെ കണ്ണുനീര് കാണണമേ. ഞങ്ങളോട് കരുണ കാണിക്കണമേ. ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. എല്ലാ ബന്ധനങ്ങളും തകർക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. രോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. ഓ പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രോഗങ്ങൾ എടുത്തു നീക്കണമേ. ഞങ്ങളുടെ ബന്ധനങ്ങൾ തകർക്കണമേ. നിന്റെ ശക്തി ഒഴുക്കണമേ. യേശുവിന്റെ നാമത്തിൽ ശരീരത്തിന്റെ ബന്ധനങ്ങൾ തകരട്ടെ. തളർച്ച വിട്ടു പോകട്ടെ. വേദന ദൂരീകരിക്കപ്പെടട്ടെ. യേശുവിന്റെ ശക്തി ഒഴുകട്ടെ. കരങ്ങളടിച്ച് ആരാധിക്കാം. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. വേദനകൾ വിട്ടു പോകട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിടുതലിൻ ഈശോയേ, ഞങ്ങളിൽ നിറയണമേ. വിടുതലിൻ ഈശോയേ, ഞങ്ങളിൽ നിറയണമേ. സൗഖ്യം നൽകണമേ. രക്ഷകനീശോയേ, സൗഖ്യം നൽകണമേ. രക്ഷകനീശോയേ, കണ്ണീർ മായ്ക്കണമേ. രക്ഷകനീശോയേ, കണ്ണീർ മായ്ക്കണമേ. രക്ഷകനീശോയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ,
പകർച്ചകൾ മാറ്റണമേ രക്ഷകനീശോയേ ബന്ധനമഴിക്കണമേ രക്ഷകനീശോയേ ബന്ധനമഴിക്കണമേ രക്ഷകനീശോയേ ഈശോയേ 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 കണ്ണുനീരിന്റെ കാരണങ്ങളിലെ യേശുനാമത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. യേശുനാമത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. എല്ലാ ബന്ധനങ്ങളിലേക്ക്, എല്ലാ തകർച്ചകളിലേക്ക്, പാപത്തിന്റെ ശകലങ്ങളിലേക്ക് യേശുനാമത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിൽ പ്രാർത്ഥിക്കാം, സ്വരം ഉയർത്തി പ്രാർത്ഥിക്കാം. നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവ്, നിന്നെ സൗഖ്യപ്പെടുത്തുന്ന ദൈവം, നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്നവൻ, രോഗങ്ങൾ ഏറ്റെടുക്കുന്നവൻ, തകർച്ചകൾ മാറ്റുന്ന ദൈവം ഇവിടെയുണ്ട്. യേശു ഇവിടെയുണ്ട്. യേശു ഇവിടെയുണ്ട്. ഇന്നും ജീവിക്കുന്ന ദൈവം, അവൻ നിന്നെ സുഖപ്പെടുത്തും. യേശുവേ, യേശുവേ, എന്റെ യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തി വ്യാപരിക്കട്ടെ, സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, യേശുനാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ, തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടുപോകട്ടെ, രോഗപീഡകൾ വിട്ടുപോകട്ടെ, തകർച്ചകൾ വിട്ടുപോകട്ടെ. ഈ സമയത്ത് ശരീരത്തിൽ ഏതെങ്കിലും വേദനകൾ ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നവര് അത് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ ഈ സമയത്ത് വീണ്ടും അവർക്ക് ആ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് കർത്താവെ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് നിന്റെ മക്കളുടെ ശരീരത്തിൽ വേദന അനുഭവപ്പെടുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ മുറിവേറ്റ കരങ്ങൾ കൊണ്ട് അവരെ ഇപ്പോൾ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുറിവുകളെ ഉണക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്രണങ്ങൾ കരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തളർച്ച മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനകൾ വിട്ടു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ തളർച്ചകൾ വിട്ടു പോകട്ടെ. കർത്താവേ, പുതിയ ഉണർവ് നൽകണമേ. ബലഹീനതകൾ എടുത്തു നീക്കണമേ. പുതിയ ശക്തി കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, യേശുവേ, 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 വലിയ തിരുരക്തത്താൽ കഴുകണമേ കർത്താവേ. ശതകോശങ്ങൾ ജീവൻ പ്രാപിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 മുറിവുകളാ സൗഖ്യമേകൂ, മുറിവുകളേറ്റൊരൻ യേശുവേ, മുറിവുകളാ സൗഖ്യമേകൂ. കർത്താവേ, എല്ലാ രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ദൈവമേ, രോഗികളോട് മനസ്സലിവുള്ളവനായ കർത്താവെ, പ്രിയപ്പെട്ടവരെ രോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ നിലവിളി കേൾക്കണമേ. ഈ സമയത്ത് ടിവിയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ. ഹോസ്പിറ്റൽ ബെഡിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ ഭൂഖണ്ഡങ്ങളിലും ശാലോം ടിവിയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥന കേൾക്കണമേ. സൗഖ്യത്തിന്റെ ആത്മാവിനെ ലോകം മുഴുവനും നീ അയക്കണമേ. ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ജനതകളെയും അനുഗ്രഹിക്കണമേ. സ്ഥലങ്ങളെ അനുഗ്രഹിക്കണമേ. സൗഖ്യത്തിന്റെ സാരൂപ്യ ഒഴുക്കണമേ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ, 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 കർത്താവേ, കരം നീട്ടി അനുഗ്രഹിക്കണമേ, കരം നീട്ടി അനുഗ്രഹിക്കണമേ, കരം നീട്ടി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 യേശുവേ, 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 യേശുവേ. ചെറുപ്പത്തിലെ വീട് കത്തി നശിച്ചതിൻ്റെ ഷോക്ക് അതിപ്പോഴും ഒരു സഹോദരനിൽ പല മാനസികമായ അസ്വസ്ഥതകളായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു. കർത്താവ് ആ മകന് സൗഖ്യം നൽകുന്നതായിട്ട് സന്ദേശം. കർത്താവ് ജോസഫ് എന്നൊരു സഹോദരനെ പ്രത്യേകമായ ഇന്ന് അനുഗ്രഹിക്കുന്ന സാമ്പത്തിക മേഖലയിലെ തടസ്സങ്ങൾ എടുത്തു മാറ്റുന്നു. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ. കുട്ടികളില്ലാത്ത 2 ദമ്പതികളെ ഈ രാത്രിയിൽ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. കർത്താവേ, നന്ദി പറയുന്നു. കർത്താവേ, നിന്റെ കാരുണ്യത്തിന് നന്ദി പറയുന്നു. നിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. കൃപയ്ക്ക് നന്ദി പറയുന്നു. കണ്ണുകൾ അടച്ച് അവന്റെ പരിശുദ്ധമായ സാന്നിധ്യത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. കർത്താവേ, ഈ നിമിഷങ്ങളിൽ നിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തി തരുന്നൊരു നന്ദി. നിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു കർത്താവേ. നിന്റെ ആത്മാവിന്റെ അഭിഷേകത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ ആത്മാവിനെ ഉണർത്തിയതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ മനസ്സിനെ ബലപ്പെടുത്തിയ ദൈവമേ നന്ദി. ഞങ്ങളുടെ ശരീരത്തിന് ബലം നൽകിയ ദൈവമേ നന്ദി. പുതിയ അഭിഷേകത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ സമയത്ത് ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് തളർച്ച വിട്ടുപോയവര്, വേദന വിട്ടുപോയവര്, മരവിപ്പ് വിട്ടുപോയവർ, അങ്ങനെ ശരീരത്തിൽ ദൈവത്തിൻ്റെ സ്പർശനം അനുഭവിച്ചവരെന്ന് കൈപൊക്കി കർത്താവിനെ മഹത്വപ്പെടുത്താമോ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിരിക്കാം. നമ്മൾ വ്യക്തികളെ ആശ്രയിക്കുമ്പോൾ വ്യക്തികൾക്കും സംഘടനകളെ ആശ്രയിക്കുമ്പോൾ സംഘടനകൾക്കും ചെയ്യാൻ പറ്റുന്നതേ നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ ദൈവത്തെ ആശ്രയിക്കുമ്പോൾ ദൈവത്തിന് സാധ്യമായതെല്ലാം നമുക്ക് ലഭിക്കും. നമുക്കറിയാം, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും ഇല്ല. അപ്പോൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് ചേരുമ്പോൾ അത് ഒരു പ്രഖ്യാപനമാണ്. നമ്മൾ ദൈവത്തിൽ ശരണം വെക്കുന്നു എന്നതാണ് അതിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെയാണ് ദൈവം ഒരിക്കലും കൈവിടാതിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൽ ആശ്രയമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ജനം എവിടെയൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുമിച്ച് ചേരുന്നുവോ അവിടെയൊക്കെ ദൈവം ഇറങ്ങി വരികയും നിലവിളിക്ക് ഉത്തരം നൽകുകയും ചെയ്യാറുണ്ട്. നമുക്കറിയാം, നമ്മുടെ ദൈവം നിലവിളി കേൾക്കുന്നവനാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ഏറ്റവും അവസാനമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിക്കാനായിട്ട് തയ്യാറാകുക. നമ്മൾ ജിൽസന്റെ സാക്ഷ്യത്തിൽ കണ്ടൊരു പ്രത്യേകത, എല്ലാ പ്രതിസന്ധികൾ വന്നപ്പോഴും ആ യുവാവ് ദേവാലയത്തിലേക്ക് ഓടി എന്നുള്ളതാണ്. എല്ലാ പ്രതിസന്ധികളുടെയും തുടക്കത്തിൽ ദേവാലയത്തിലേക്കാണ് ഓടിയത്. ദേവാലയത്തിൽ നിന്നും പുറത്തിറങ്ങിയപ്പോഴാണ് രക്ഷയുടെ കവാടങ്ങൾ അദ്ദേഹത്തിന് തുറന്നു കിട്ടിയത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും മാനുഷികമായ നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു കഴിയുമ്പോഴാണ് പലപ്പോഴും നമ്മൾ
ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്താറുള്ളത്. എന്നാൽ ഏറ്റവും ആദ്യം നമ്മൾ ഉയർത്തേണ്ടത് ദൈവത്തിൻ്റെ പക്കലേക്ക് ആണ് എന്ന കാര്യം പലപ്പോഴും നമ്മൾ മറന്നുപോവുകയാണ്. അത് ദൈവത്തിലുള്ള ആശ്രയത്വത്തിൻ്റെ കുറവാണ്. പലപ്പോഴും ആളുകൾ പറയാറുണ്ട് പ്രാർത്ഥിക്കാൻ സമയം കിട്ടാറില്ല എന്ന്. എന്തുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കുവാൻ സമയം കിട്ടാറില്ലാത്തത്? ദൈവം അവന് പ്രധാനപ്പെട്ടതല്ലാത്തത് കൊണ്ടാണ്. ദൈവമില്ലാതെയും അവന് കാര്യങ്ങൾ നടക്കും. അതുകൊണ്ടാണ് അവൻ ദൈവത്തിന് വേണ്ടി സമയം കണ്ടെത്താൻ വിഷമിക്കുന്നത്. ദൈവം പ്രധാനപ്പെട്ടതാണെങ്കിൽ തീർച്ചയായും ആ വ്യക്തിക്ക് പ്രാർത്ഥിക്കാൻ സമയം ഇല്ല എന്ന് ഒരിക്കലും പറയുകയില്ല. അപ്പോൾ സമയമല്ല പ്രധാനം, ദൈവം എനിക്ക് പ്രധാനപ്പെട്ടതാണോ എന്നുള്ളതാണ്. അപ്പോൾ ദൈവം പ്രധാനപ്പെട്ടതായി തീരണമെങ്കിൽ നമ്മുടെ നിസ്സഹായത നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എത്രയോ നിസ്സാരരാണെന്നും നമ്മൾ എത്രയോ നിസ്സഹായരാണെന്നും തിരിച്ചറിയുന്നതിനനുസരിച്ച്, നമ്മൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് തിരിച്ചറിയുന്നതിനനുസരിച്ച് ദൈവത്തിലുള്ള ആശ്രയത്വം വർദ്ധിക്കും. ചിലപ്പോഴൊക്കെ ദൈവം നമ്മളുടെ ജീവിതത്തിൽ തകർച്ചകളും സഹനങ്ങളും എല്ലാം അനുവദിക്കുന്നത് നമ്മുടെ നിസ്സാരത മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. നമുക്ക് ദൈവത്തെ കൂടാതെ പോകാൻ പറ്റില്ല എന്നും നമുക്ക് ദൈവത്തെ അത്യാവശ്യമാണെന്നും തിരിച്ചറിവ് കിട്ടുന്നത് നമ്മുടെ പദ്ധതികൾ തകിടം മറിയുമ്പോഴാണ്, നമ്മുടെ കഴിവുകൾ ഫലദായകമല്ലാതായി തീരുമ്പോഴാണ്, നമ്മുടെ സ്വപ്നങ്ങൾ തകർന്നു പോകുമ്പോഴാണ്. അത് ദൈവം പ്രവർത്തിക്കുന്ന നിമിഷങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതം തകരാനുള്ള നിമിഷങ്ങളല്ല, മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക്, ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ നയിക്കുന്ന നിമിഷങ്ങളാണ് അത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കാൻ ഉള്ള വൈമുഖ്യം, പ്രാർത്ഥനയുടെ ആവശ്യകതയെക്കുറിച്ചുള്ള കുറവ്, അത് ജീവിതത്തെ കൂടുതൽ വലിയ പ്രതിസന്ധികളിലേക്ക് നയിക്കാറുണ്ട്. അപ്പം എവിടെയൊക്കെ നമുക്ക് ഇസ്രായേൽക്കാരുടെ ജീവിതത്തിലേക്ക് നോക്കിയാലും അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടായപ്പോൾ അവിടെയെല്ലാം ഏതെങ്കിലും ഒരു ദൈവ മനുഷ്യൻ ജനത്തെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂട്ടിയത് കാണാൻ സാധിക്കും. സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മിദ്യാൻകാര് ഇസ്രായേൽക്കാരെ അടിമകളാക്കി അനേക വർഷം പീഡിപ്പിച്ചു. നിസ്സഹായതയിൽ ജനം വലഞ്ഞു. രക്ഷപ്പെടാനൊരു വഴിയുമില്ല, ശത്രു അത്രയേറെ പ്രബലമാണ്. അങ്ങനെയിരിക്കെ സാമുവേൽ മിസ്പായിൽ ഇസ്രായേൽ ജനത്തെ ഒരുമിപ്പിച്ചു ചേർത്തു. അവർ ഒരു ദിവസം മുഴുവനും വിലപിച്ചു, ഉപവസിച്ചു, ദൈവസന്നിധിയിൽ കരഞ്ഞു. അവർ ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി കരയാൻ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവം തൻ്റെ ശക്തി പ്രകടമാക്കി. അസാധാരണമായ ഇടിമുഴക്കം അയച്ചുകൊണ്ട് മിദ്യാൻകാരുടെ പാളയത്തെ ഭയചകിതമാക്കി അവരെ പിന്തിരിച്ചോടിപ്പിച്ചു. ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. എപ്പോൾ? ദൈവത്തിൻ്റെ ജനം ദൈവത്തെ തേടാൻ തുടങ്ങിയപ്പോൾ. നമ്മുടെ സമൂഹം എന്ന നിലയിൽ നമുക്കിന്ന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. കുടുംബം എന്ന നിലയിൽ പ്രശ്നങ്ങളുണ്ട്. വ്യക്തികൾ എന്ന നിലയിലെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ മുട്ടുമടക്കുമ്പോൾ നമ്മുടെ ശത്രുക്കൾ നമ്മുടെ മുമ്പിൽ മുട്ടുമടക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ പിശാച് നമ്മുടെ മുമ്പിൽ മുട്ടുമടക്കും. നമ്മൾ തന്നെ നമ്മുടെ ശത്രുക്കളെ നേരിടാൻ പോകുമ്പോൾ നമ്മൾ വിജയിക്കണമെന്നില്ല, നമ്മുടെ പ്രതിസന്ധികളെ അതിജീവിക്കണമെന്നില്ല. എന്നാൽ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഏത് വലിയ ശത്രുവും നമുക്ക് മുമ്പിൽ നിന്ന് പിന്തിരിഞ്ഞോടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കണം. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാത്തിടത്തോളം കാലം നമ്മുടെ കഷ്ടപ്പാടുകൾ വ്യർത്ഥമായി തീരും. സങ്കീർത്തകൻ പറയുന്നത് പോലെ, കർത്താവ് ഭവനം പണിയുന്നില്ല എങ്കിൽ പണിക്കാരുടെ അധ്വാനം വൃഥാവിലാണ്. കർത്താവ് നഗരം കാക്കുന്നില്ല എങ്കിൽ കാവൽക്കാർ ഉറക്കമിളയ്ക്കുന്നതും വ്യർത്ഥമാണ്. അപ്പൊ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കണം. അതുകൊണ്ട് നമ്മൾ ഒരുപാട് വേവലാതിപ്പെട്ട് ദൈവത്തെ മറന്ന് പ്രാർത്ഥനയ്ക്ക് ഉള്ള പ്രാധാന്യം കുറച്ച് ഓടി നടന്ന് നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയവും വേസ്റ്റാക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നാം ചെയ്യേണ്ടത് നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഓടുകയാണ്. നമുക്ക് പ്രശ്നങ്ങൾ കൂടുതലാണെങ്കിൽ, കടബാധ്യത കൂടുതലാണെങ്കിൽ, വേദന കൂടുതലാണെങ്കിൽ നമ്മൾ കൂടുതൽ സമയം പ്രാർത്ഥിക്കണം.
അതൊരു വിളിയാണ്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ള ഒരു വിളിയാണ് ഈ പ്രശ്നങ്ങൾ. എല്ലാം സുഗമമായി പോകുമ്പോൾ ദൈവമില്ലാതെയും മുന്നോട്ട് പോകാമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകും. ചിന്തിക്കാറില്ലെങ്കിലും ആ ഒരു ശൈലി നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെട്ടു പോകാം. അപ്പോൾ ദൈവം നമ്മുടെ നിസ്സഹായത ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കും. നിനക്ക് ദൈവത്തെ കൂടാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല മകനെ, മകളെ എന്നാണ് ഓരോ പ്രതിസന്ധിയിലൂടെയും ദൈവം നമ്മളോട് പറയുന്നത്. നീ നിൻ്റെ കഴിവിൽ ഉള്ള ആശ്രയം ഉപേക്ഷിച്ചുകൊണ്ട് എൻ്റെ കഴിവിൽ ശരണം വയ്ക്കുക എന്നുള്ളതാണ് ഓരോ പ്രശ്നത്തിലൂടെയും ദൈവം നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. നമ്മളെ ദൈവമാണ് ഇവിടെ കൂട്ടിച്ചേർത്തത്. ദൈവം നമ്മളെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്, പ്രാർത്ഥിക്കുവാൻ വേണ്ടി വിളിച്ചു ചേർത്തിരിക്കുന്നത് അവൻ നമ്മളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ രാത്രി അനുഗ്രഹത്തിൻ്റെ രാത്രിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ശാലോം മാസിക തുടങ്ങിയപ്പോൾ ആത്മീയ ഗുരുവിൽ നിന്നൊരു സന്ദേശം കിട്ടി. ഒരു രാത്രിയിൽ ശാലോമിൻ്റെ വായനക്കാർക്ക് വേണ്ടി ഉറക്കമിളച്ച് പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെയാണ് ഈ ജാഗരണ പ്രാർത്ഥന ആരംഭിച്ചത്. പിന്നീട് TV തുടങ്ങിയപ്പോൾ TV പ്രേക്ഷകർക്ക് കൂടി വേണ്ട രീതിയിൽ ഇത്തരത്തിൽ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ ക്രമീകരിച്ചു. പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായ തരത്തിലുള്ള ദൈവകൃപയുടെ ധാരാളം സാക്ഷ്യങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും കാണാൻ സാധിക്കും. ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ, TV-യുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴൊക്കെ കിട്ടിയ ദൈവകൃപയുടെ ഒരുപാട് സാക്ഷ്യങ്ങൾ. അപ്പോൾ ഒരേ സമയത്ത് അനേക ആയിരങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവ്, പ്രാർത്ഥനയുടെ കുറവെല്ലാം മറ്റുള്ളവരുടെ പ്രാർത്ഥനകളിലൂടെ പരിഹരിക്കപ്പെടുന്നു. ഒത്തിരിയേറെ കൃപ ദൈവം ആ ദിവസങ്ങളിൽ ചൊരിയപ്പെടുന്നു. അതുകൊണ്ട് ഈ രാത്രിയിൽ നമ്മളെ ഏതെല്ലാം നിയോഗത്തോടു കൂടിയാണോ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്, ആ നിയോഗങ്ങളിലെല്ലാം ദൈവം ഇടപെടുമെന്നുള്ള ഉറച്ച ഒരു വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. ഓർക്കണം, ഒരു പ്രാർത്ഥന പോലും നിഷ്ഫലമായി പോകുന്നില്ല. ഒരു പ്രാർത്ഥനയ്ക്കും ദൈവം ചെവി കൊട്ടിയടക്കുകയില്ല. നമ്മൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം സ്വർഗം തുറന്ന് നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നമുക്കറിയാം, പ്രാർത്ഥനയിലൂടെ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ബൈബിൾ മുഴുവനും നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അപ്പോസ്തല പ്രവർത്തികൾ 12-ാം അധ്യായത്തിൽ സഭ മുഴുവനും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് തടവറയിലെ അത്ഭുതം, പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് ദൈവം അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയത്. അതുപോലെ ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഭയുടെ പ്രതിസന്ധികൾ മാറിപ്പോകും. സമൂഹത്തിൻ്റെ, നാടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ജീവിത സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മളുടെ വിശ്വാസം ദൃഢപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട്. നമുക്കറിയാം, മോശ പ്രാർത്ഥിച്ചു, ചെങ്കടൽ രണ്ടായിട്ട് തീർന്നു. ഇസ്രായേൽക്കാർക്ക് മുന്നോട്ട് പോകാൻ അവിടെ ഒരു വഴിയില്ലായിരുന്നു. എന്നാൽ പ്രാർത്ഥിച്ചപ്പോൾ വഴിയില്ലാത്തടത്ത് ദൈവം വഴി തുറന്നു തന്നു. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ ഇതിന് സമാനമായിരിക്കും. നമുക്ക് നോക്കുമ്പോൾ മുന്നോട്ട് പോകാൻ ഒരു സാധ്യതയുമില്ല. ചിന്തിച്ചിട്ട് ഒരു എത്തും പിടുത്തവും കിട്ടുന്നില്ല. എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും? എങ്ങനെ ഈ സാമ്പത്തിക പ്രതിസന്ധിയെ അതിജീവിക്കും? എങ്ങനെ ഈ മുന്നോട്ട് പോകും? എങ്ങനെ ജീവിതം രക്ഷപ്പെടും? എങ്ങനെ ഈ ക്രൈസിസിൽ നിന്ന് രക്ഷപ്പെടും? പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര ചിന്തിച്ചാലും ചില പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ നമുക്ക് സാധിക്കുകയില്ല. നമുക്ക് ഉത്തരമില്ല എന്നതുകൊണ്ട് പരിഹാരമില്ല എന്ന് ചിന്തിക്കരുത്. നമുക്ക് ഉത്തരമില്ലെങ്കിലും നമ്മുടെ ദൈവത്തിന് ഉത്തരമുണ്ട്. അവൻ്റെ മുമ്പിൽ പരിഹാരമുണ്ട്. അവൻ്റെ മുമ്പിൽ പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, നാളെ ഉണ്ടാവുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ്റെ പരിഹാരത്തിനായിട്ട് നമ്മൾ ഈ രാത്രിയിൽ കാത്തിരിക്കണം. നമുക്കറിയാം, ഹന്ന പ്രാർത്ഥിച്ചു, സാമുവേലുണ്ടായി. യഹോഷാഫാത്ത് രാജാവ് പ്രാർത്ഥിച്ചു, ശത്രു സൈന്യങ്ങൾ രാത്രിയിൽ പിന്തിരിഞ്ഞോടി. പ്രിയപ്പെട്ടവരെ, അതുപോലെ ഈ രാത്രിയിൽ തിന്മയുടെ ശക്തികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടണം. തിന്മയുടെ ശക്തികൾ, നമ്മളെ പീഡിപ്പിക്കുന്ന തിന്മയുടെ ശക്തികൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടണം. നമ്മുടെ പ്രവർത്തന മേഖലകളിൽ നിന്ന് പിന്തിരിഞ്ഞോടണം. അതുകൊണ്ട് വിശ്വാസത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ വിശുദ്ധ അന്തോണീസിൻ്റെ അടുത്ത് ഒരു മനുഷ്യൻ വളരെ കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് വന്നു ചെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക്
പൈശാചികമായ പീഡയാണ്. അതുകൊണ്ട് വിശുദ്ധൻ വന്ന് പ്രാർത്ഥിച്ച് തൻ്റെ ഭാര്യയെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കാനാണ് അദ്ദേഹം നടന്ന് എത്തിയത്. പക്ഷെ അന്തോണിസ് മറ്റെവിടെയൊക്കെ യാത്രയ്ക്ക് വേണ്ടി പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ മനുഷ്യനെ നിരാശപ്പെടുത്തി പറഞ്ഞയക്കാനും തോന്നിയില്ല. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ പോകാനുള്ള സമയമില്ല. അപ്പോൾ അന്തോണിസ് പുണ്യാളൻ ഒരു പ്രാർത്ഥന ഒരു കടലാസിൽ എഴുതി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഭാര്യ കിടക്കുന്ന തലയണയുടെ അടിയിൽ കൊണ്ടുപോയി വെച്ചാൽ മതി, പിശാച് വിട്ടുപോയിക്കൊള്ളുമെന്ന് പറഞ്ഞു. അങ്ങനെ വിശുദ്ധൻ എഴുതി കൊടുത്തൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇതാണ്: ഇതാ കർത്താവിൻ്റെ കുരിശ്, ദുഷ്ടശക്തികളെ ഓടിപ്പോകുകയും യൂദാഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയം വരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇതാണ് പ്രാർത്ഥന. ഒന്നുകൂടെ ഞാൻ പറയാം: ഇതാ കർത്താവിൻ്റെ കുരിശ്, ദുഷ്ടശക്തികളെ ഓടിപ്പോകുകയും യൂദാഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയം വരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലാൻ പോവുകയാണ് വിശ്വാസത്തോടു കൂടി. നമുക്ക് കണ്ണുകൾ അടച്ച് ഏതെല്ലാം മേഖലകൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ആലോചിക്കുക. ഒരുപക്ഷെ ചില തഴക്ക ദോഷങ്ങളുടെ ബന്ധനങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ടാകാം. അതിലൂടെ തിന്മ നമ്മളെ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്നുണ്ടാകാം. നമുക്ക് പ്രാർത്ഥിക്കാം: കർത്താവേ, ഈ ദുഷ്ടശക്തികളിൽ നിന്റെ കുരിശിൻ്റെ ശക്തിയാൽ എന്നെ വിമോചിപ്പിക്കണമേ. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നിരന്തരമായ കലഹത്തിൻ്റെ അരൂപി, അതിലൂടെ തിന്മ നമ്മുടെ കുടുംബത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരിക്കാം. കർത്താവെ, ഈ തിന്മയുടെ അരൂപികളെ നിർവീര്യമാക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ ചില ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കാം. ഒരുപക്ഷെ വിവാഹത്തിൻ്റെ തടസ്സങ്ങൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം. അതെല്ലാം നീങ്ങിപ്പോകുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായ വിധത്തിൽ പ്രാർത്ഥിക്കാം. നിരന്തരമായ സാമ്പത്തിക തകർച്ചകൾ, നിരന്തരമായ രോഗങ്ങൾ, നിരന്തരമായ അസ്വസ്ഥതകൾ എല്ലാം വിട്ടുപോകാനായിട്ട് നമുക്ക് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കാം. വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം തേടിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ അന്തോണീസിന്റെ സാന്നിധ്യത്തിലെ സ്മരിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ഈ നിമിഷങ്ങളിൽ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ബോധ്യത്തോടു കൂടി ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. ഇതാ കർത്താവിന്റെ കുരിശ്, ദുഷ്ടശക്തികളെ എന്റെ ജീവിതത്തിൽ നിന്ന് ഓടിപ്പോകുക. യൂദാഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയം വരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി, ഇതാ കർത്താവിന്റെ കുരിശ് എന്റെ കുടുംബത്തിൽ നിന്ന്, എന്റെ മക്കളിൽ നിന്ന്, എന്റെ പ്രവർത്തന മേഖലകളിൽ നിന്ന് ദുഷ്ടശക്തികളെ ഓടിപ്പോവുക. യൂദാഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയം വരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. വിടുതൽ വേണ്ട എല്ലാ മേഖലകളും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ഓർക്കാം, സാത്താൻ ഭിന്നത സൃഷ്ടിക്കുന്നവനാണ്. ബന്ധങ്ങളെ തകർക്കുന്നവൻ, സമൂഹത്തെ തകർക്കുന്നവൻ, നമ്മുടെ കുടുംബങ്ങളിലെ ഐക്യം നശിപ്പിക്കുന്ന, നമ്മുടെ സമൂഹത്തിൽ ഭിന്നത സൃഷ്ടിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ഈശോയുടെ കുരിശുമരണത്തിൻ്റെ ശക്തിയിൽ നിർവീര്യമാക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നിരന്തരമായ കലഹത്തിന് കാരണമായി നിൽക്കുന്ന കാരണങ്ങളെയും അരൂപികളെയും കർത്താവ് ഈ നിമിഷങ്ങളിൽ ബന്ധിക്കട്ടെ. നിരന്തരമായ ദാമ്പത്യ കലഹങ്ങൾ കൊണ്ട്
മടുത്തിരിക്കുന്ന ഹൃദയങ്ങളെല്ലാം കർത്താവിന് കൊടുക്കുക. വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും വാശിയുടെയും കോപത്തിന്റെയും മേഖലകളിൽ കർത്താവിന്റെ ആത്മാവിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ക്ഷമിക്കാൻ കഴിയാതെ വിഷമിക്കുന്നവരെ പ്രാർത്ഥിക്കുക. മറക്കാൻ കഴിയാതെ വിഷമിക്കുന്നവരെ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ രക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. മുറിവുകളെല്ലാം കർത്താവ് ഉണക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ കർത്താവെ, ഭിന്നതയുടെ വിത്തുകൾ നീ എടുത്തു കളയണമെന്ന് പ്രാർത്ഥിക്കുക. ദാമ്പത്യ കലഹങ്ങളുടെ കാരണങ്ങളിലേക്ക് കടന്നു ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുക. മക്കളും മാതാപിതാക്കളും തമ്മിൽ അകൽച്ചകൾ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സഹോദരങ്ങൾ തമ്മിൽ അകൽച്ചകൾ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഭിന്നതയുടെ അരൂപികളെ നിഷ്കാസനം ചെയ്യണമേ. നിന്റെ തിരുരക്തം കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ കഴുകണമേ. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ കഴുകണമേ. ഞങ്ങളുടെ സമൂഹത്തെ കഴുകണമേ. എല്ലാ ഭിന്നതയും എടുത്തു നിൽക്കണമേ. ഐക്യത്തിന്റെ ആത്മാവ് കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ആരാധന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ തിരുരക്തമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. യേശുവിന്റെ തിരുരക്തമേ ഞങ്ങളെ സംരക്ഷിക്കണമേ. യേശുവിന്റെ തിരുരക്തമേ ഞങ്ങളെ കഴുകണമേ. ഭാവിയുടെ സിംഹമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. എല്ലാവരും ചേർന്ന് കരമടിച്ച് വിശ്വാസത്തോടെ യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പെരുമഴ പോൽ, പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പാപമെല്ലാം മാറിടട്ടെ, ശാപമെല്ലാം നീങ്ങിടട്ടെ. പാപമെല്ലാം മാറിടട്ടെ, ശാപമെല്ലാം നീങ്ങിടട്ടെ. തിരുരക്തത്താൽ കഴുകണമേ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. കർത്താവ് കുരിശിൽ നമുക്ക് വേണ്ടി ശാപമായി തീർന്നുകൊണ്ട് എല്ലാ ശാപത്തിൻ്റെയും ബന്ധനത്തിൽ നിന്ന് നമുക്ക് വിടുതൽ നൽകിയവനാണ്. അതുകൊണ്ട് എല്ലാ ശാപത്തിൻ്റെ കെട്ടുകളിൽ നിന്നും കർത്താവിന് നമ്മളുടെ കുടുംബങ്ങളെ വിടുവിക്കുവാൻ ശക്തിയും അധികാരവും ഉണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിന്റെ മുമ്പിലേക്ക് നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്ന കർത്താവേ, തലമുറകളായുള്ള തകർച്ചകളുടെ കാരണങ്ങൾ എടുത്തു നീക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. തലമുറകളായുള്ള സാമ്പത്തിക തകർച്ചകളിൽ നിന്ന് രക്ഷ നൽകണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുക. നിരന്തരമായ കടബാധ്യതകൾ, എത്ര അധ്വാനിച്ചാലും പുരോഗതിയില്ലാത്ത അവസ്ഥ, എത്ര വരുമാനമുണ്ടെങ്കിലും അത് സൂക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, സാമ്പത്തിക മേഖലകളിലെ എല്ലാ ബന്ധനങ്ങളിലേക്കും കർത്താവിൻ്റെ തിരുരക്തം കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, കടഭാരങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിന് വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്ഥലങ്ങൾ വിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവര് ആ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക. തടസ്സങ്ങൾ ഈ രാത്രിയിൽ എടുത്തു നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കുടുംബത്തിന്റെ സാമ്പത്തിക മേഖലകളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ കുരിശ് മരണത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറകളായുള്ള ബന്ധനങ്ങളിൽ ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ഐശ്വര്യപ്പെടുത്തണമേ. ഞങ്ങളുടെ വരും തലമുറകളെ ഐശ്വര്യപ്പെടുത്തണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാവരും പ്രാർത്ഥിക്കുക. കർത്താവിന്റെ കൃപ ഒഴുകി ഇറങ്ങട്ടെ. അവന്റെ തിരുരക്തം നമ്മുടെ കുടുംബങ്ങളെ കഴുകട്ടെ. സാമ്പത്തിക മേഖലകളെ വിശുദ്ധീകരിക്കട്ടെ. കൃപ ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു നാമത്തിൽ കടഭാരങ്ങൾ നീങ്ങിപ്പോട്ടെ. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ.
സാമ്പത്തിക മേഖല യേശു നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. സാമ്പത്തിക മേഖലയിൽ കൈവച്ചിരിക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, 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 വിവാഹത്തിന്റെ തടസ്സം, വിദ്യാഭ്യാസത്തിന്റെ തടസ്സം, ഇവിടെയെല്ലാം കർത്താവിന്റെ കൃപ ഒഴുകിയിറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ആശ്രയിക്കാൻ നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. അവൻ നമ്മളോട് കരുണയുള്ളവനാണ്. അവൻ നമ്മുടെ നിലവിളിക്ക് ഉത്തരം നൽകുന്നവനാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് ഉയർത്തുകയാണ്. കർത്താവെ, മക്കളുടെ വിവാഹം നടക്കാത്തതിനാൽ വേദനിക്കുന്ന എല്ലാ മാതാപിതാക്കളുടെയും നൊമ്പരങ്ങളെ ഈ രാത്രിയിൽ നീ കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മക്കളുടെ വിദ്യാഭ്യാസ മേഖലയിലെ തടസ്സങ്ങൾ എടുത്തു നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ വിഷമിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്കായി ഒരു അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ നിലവിളി കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിസ്സഹായത കാണണമേ കർത്താവെ. ടിവിയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരെ കാണണമേ. ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, വിവാഹ തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അവരെല്ലാം അനുഗ്രഹിക്കണമേ. ലോകം മുഴുവനും ശാലോമിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ഈ രാത്രി അനുഗ്രഹിക്കണമേ. നിന്റെ കൃപയുടെ കരങ്ങൾ നീട്ടണമേ. ശക്തിയുടെ കരങ്ങൾ നീട്ടണമേ. വിടുതൽ നൽകണമേ. ബന്ധനങ്ങൾ തകർക്കണമേ. ഇറങ്ങി വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. വിവാഹ തടസ്സങ്ങൾ യേശു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ജോലിയുടെ തടസ്സങ്ങൾ യേശു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. തിന്മയുടെ കെണികൾ യേശു നാമത്തിൽ പരാജയപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ഏറ്റവും വലിയ തടസ്സം ആത്മീയമായ തടസ്സങ്ങളാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ബന്ധനങ്ങളെ തകർത്ത് കളയണമേ എന്ന് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാൻ കഴിയാതെ വിഷമിക്കുന്നവര്, ഏകാഗ്രത ഇല്ലാത്തവര്, അവരെല്ലാം പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് കടന്നു വന്ന് ആധ്യാത്മിക ജീവിതത്തെ പുതുക്കി പണിയാൻ വേണ്ടി ആഗ്രഹിക്കുക. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ ജീവിതം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാൻ അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ആത്മീയ ബന്ധനങ്ങൾ എടുത്തു കളയണമെന്ന് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും തഴക്ക ദോഷങ്ങളാൽ തളർന്നു പോയവരുണ്ടെങ്കിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. എനിക്കൊരു മാറ്റം തരണമേ. എനിക്കൊരു വിടുതൽ നൽകണമേ. എന്റെ ആത്മാവിനെ സൗഖ്യപ്പെടുത്തണമേ. എന്റെ മനസ്സിനെ സൗഖ്യപ്പെടുത്തണമേ. എനിക്കൊരു പുതിയ ജീവിതം നൽകണമേ. ഒരു പുതിയ ഹൃദയം നൽകണമേ. പുതിയ അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തടസ്സങ്ങൾ നീങ്ങിപ്പോട്ടെ. ദൈവത്തെ ആരാധിക്കാനുള്ള മടുപ്പ് നീങ്ങിപ്പോട്ടെ. ഈശോയെ ഞങ്ങളെ ആരാധിക്കുന്നു. ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഞങ്ങളെ വിളിക്കുന്നു. യേശുവേ ഞങ്ങളെ സ്തുതിക്കുന്നു. യേശുവേ അങ്ങാണ് ഞങ്ങളുടെ ദൈവം. യേശുവേ അവിടുന്നാണ് ഞങ്ങളുടെ കർത്താവ്. യേശുവേ ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ യേശുനാമത്തിൽ, യേശുനാമത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് എന്ത് പ്രത്യേകമായ ആഗ്രഹത്തോടെയാണോ ഈ നൈറ്റ് വിജിലിൽ പങ്കെടുക്കുന്നത്, ആ നിയോഗങ്ങൾ കർത്താവിൻ്റെ തിരുമുമ്പിൽ സമർപ്പിക്കുക. ദൈവമേ, എനിക്ക് ഉത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കാം. സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നാടിനു വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമേ, അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ. യേശുവേ ഒരു വാക്കുമതി എൻ ജീവിതം മാറിടുവാൻ. നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. യേശുവേ
ആയിരിക്കാം. കണ്ണുകൾ അടച്ച് അവൻ്റെ ശബ്ദം കേൾക്കാൻ തക്ക വിധത്തിൽ ഹൃദയത്തെ ഒരുക്കുക. ദൈവം ഈ സമയത്ത് നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കും. ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. മകനെ, മകളെ, നീ ഇത് ചെയ്യുക, നീ ഇത് ചെയ്യരുത് എന്ന് ദൈവം നിന്റെ ഉള്ളിലിരുന്ന് പറയുന്ന നിമിഷമാണിത്. ദൈവത്തിന് വേണ്ടി പുതിയ തീരുമാനങ്ങൾ എടുക്കുക. എല്ലാം പുതുതായിട്ട് തുടങ്ങുവാൻ കർത്താവിൻ്റെ മുമ്പിൽ ഒരു തീരുമാനം എടുക്കുക. ദൈവമേ, നീ എന്നെ എന്തിനാണോ സൃഷ്ടിച്ചിരിക്കുന്നത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള നിന്റെ പദ്ധതി എന്താണോ അതിനോട് എന്നെ ചേർത്ത് പിടിക്കണമേ കർത്താവേ. നിന്റെ ഹിതം എനിക്ക് മനസ്സിലാക്കി തരണമേ കർത്താവേ. ഓ യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ, യേശുവേ.